നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ നിങ്ങളെ അറിയിക്കാനുള്ള ഒരു അഭിമുഖമാണ്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് UAE ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനും ഗൾഫിലെ പ്രത്യേകിച്ചും UAEയിലെ വളരെ പ്രധാനപ്പെട്ട സംഘടനകളിലൊന്നായ SNDP യോഗം സേവനത്തിൻ്റെ വൈസ് ചെയർമാനും പിന്നെ പ്രവാസി ലീഗൽ സെല്ലിൻ്റെ UAEയിലെ കൺട്രി ഹെഡുമായ ശ്രീ ശ്രീധരൻ പ്രസാദ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 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 ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ചും UAEയിലെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നൊരു 44 വർഷക്കാലമായി ജോലി ചെയ്യുന്നു തോന്നുന്നു, അല്ലേ? ശരിയാണോ? 1979 ഡിസംബർ മാസം 19-ാം തീയതി ആരോഗ്യ മന്ത്രാലയത്തിൽ ഒരു ഉദ്യോഗസ്ഥനായി ജോലിക്ക് കയറിയതാണ്. ഈ 44 വർഷത്തിന് ശേഷവും ആ രാജ്യത്ത് ജനങ്ങളെ സേവിക്കുവാൻ കിട്ടിയ അവസരം ഒരു മഹാഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയിലേക്ക് അങ്ങയുടെ ഒരു സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിച്ചത് പൊതുപ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി നിർണായകവും സങ്കീർണവുമായ പല കേസുകളും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന അപൂർവം ചില വ്യക്തികൾ ഒരാളുമാണ് എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. ശ്രീധരൻ പ്രസാദിനെ തീർച്ചയായും താങ്കളുടെ അറിവ് 100% ശരിയാണ്. അതെ, കാരണം മറ്റ് പല രംഗങ്ങളെ സംബന്ധിച്ചും ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അറിവ് പകർന്നു കൊടുക്കാൻ ഒരുപാട് റിസോഴ്സ് പേഴ്സൺസ് ആണ് നമ്മളിതിനെ പറയുക. മാധ്യമക്കാർ പ്രത്യേകിച്ച് ഒരു റിസോഴ്സ് പേഴ്സണാണ്. അപ്പോൾ ആ റിസോഴ്സ് പേഴ്സൺസ് ധാരാളമായി മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നതിലുണ്ടെങ്കിലും ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് പ്രവാസികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ, അത് ഞാൻ ആദ്യം ഉപയോഗിച്ച വാക്ക് തന്നെ ആവർത്തിക്കുന്നു, വളരെ സങ്കീർണമായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് അങ്ങയുടെ ഒരു സാന്നിധ്യം വളരെയധികം അത്യാവശ്യമായി പ്രവാസി ഭാരതിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നൊരു സംഗതി, ഇപ്പോൾ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന പലർക്കും പലതരത്തിലുള്ള അപകടങ്ങൾ പെടാറുണ്ട്. റോഡ് ആക്സിഡൻറ്റ് വരാം, ജോലി സ്ഥലത്തുള്ള ആക്സിഡൻറ്റ് വരാം, അല്ലാതെ അസുഖങ്ങൾ വരാം, പലതും വരാം. ഇതൊക്കെ വന്നിട്ട് അവിടുത്തെ ഒരു ആശുപത്രിയിൽ അങ്ങ് പെട്ടുപോയി മാസങ്ങളോളം ചികിത്സയ്ക്ക് വേണ്ടി വിധേയരായി അവിടെ തന്നെ വരുന്നു. അവസാനം അവർ കിടപ്പ് രോഗിയായി തന്നെ വിചാരിക്കുക. അവർക്ക് അടുത്ത ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. ഇവരെ നാട്ടിലുള്ള ബന്ധുക്കൾ വളരെയധികം വിഷമിച്ചിരിക്കും. ഒരു വിവരവും നമുക്കറിയാം. ഇന്നലെ എനിക്ക് അത്തരത്തിലുള്ള ഒരു സംഗതി വന്നിട്ട് ഞാൻ അങ്ങയുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. തീർച്ചയായും ഞാൻ ഓർക്കുന്നുണ്ട്. റാഷിദ് ഹോസ്പിറ്റലിലെ ഒരു രോഗി സെറിബ്രൽ ഹാമറേജ് ആയി ആൾ പാരലൈസ് ആയി കിടക്കുന്നതായിട്ടുള്ള ഒരു വിവരമാണ് താങ്കൾ തന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ നാട്ടിലെത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടുകൂടി ഇന്ത്യൻ കൗൺസിലേറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി അദ്ദേഹത്തിനെ നാട്ടിലെത്തിക്കുവാൻ ഉള്ള ശ്രമം നടത്താം എന്നുള്ള ഒരു വാക്ക് താങ്കൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവിടെ തന്നെ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലതെന്നും കുടുംബക്കാർ ആവശ്യം എന്തായാലും ഒന്ന് അന്വേഷിക്കാം. ഞാൻ ചോദിച്ചു വരുന്നത്, ഇപ്പോൾ കിടപ്പ് രോഗിയായ ഒരാളിനെ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, അവിടെ കിടപ്പ് രോഗിയാണ്, നാട്ടിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിൽ എവിടെയായിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്? അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ഒരു കിടപ്പ് രോഗിയെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് താങ്കൾ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ ഞാൻ കടമെടുക്കുകയാണ്, തികച്ചും സങ്കീർണമാണ്. അതെ, ധാരാളം പേപ്പർ വർക്കുകൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഒരു കിടപ്പ് രോഗിയെ നാട്ടിലെത്തിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരും പറയും നമുക്ക് രോഗിയെ സ്ട്രെച്ചറിൽ കിടത്തി ഫ്ലൈറ്റിൽ നാട്ടിലെത്തിക്കാം. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പായി നാം ഏതെല്ലാം വഴിയിൽ കൂടെ കടന്നു പോകണം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. ഇതിന് ഈ കിടക്കുന്ന രോഗിയുടെ നാട്ടിൽ കൊണ്ടുപോകാനുള്ള ചിലവ് സ്പോൺസർ വഹിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 2, ബന്ധുമിത്രാദികൾ ഉണ്ടെങ്കിൽ അവർ ഈ ചിലവ് വഹിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. 3-മതായി ഇവർ രണ്ടുപേരും ഇത് വഹിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ രോഗിയെ നാട്ടിൽ കൊണ്ടുപോകാം എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ കൗൺസിലേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇന്ത്യൻ കൗൺസിലേറ്റിൻ്റെ ICWF ഫണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഓരോ കൗൺസിലേറ്റിനും ഓരോ എംബസിക്കും ഉണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് നാം എല്ലാം ഭാഗഭാക്കായാണ്, നമ്മുടെ എല്ലാം ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷനാണ് ഇതിനകത്തുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഏതൊരു പാസ്പോർട്ട് സർവീസ് ചെയ്യുമ്പോഴും വിദേശ രാജ്യത്ത് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ ഇങ്ങനെ ഒരു സർവീസ് ചെയ്യുമ്പോൾ അത് വിദേശിയായാലും സ്വദേശിയായാലും $2
നിങ്ങൾ അതിൻ്റെ തരുന്ന BLS തരുന്ന ആ റെസീറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് എഴുതിയിട്ടുണ്ട് ICWF എന്ന് പറഞ്ഞൊരു ചെറിയ ഇത് കാണും. അതൊരു 7 ദർഹം 60 ഫിൽസ് ഒരു മേടിക്കുന്നുണ്ട്. ഇന്ന് അതൊരു വലിയ ഫണ്ടായി ഓരോ കൗൺസിലേറ്റിലും ഉണ്ട്. ആ ഫണ്ടിൽ നിന്ന് ആണ് അർഹതപ്പെട്ട തൊഴിലാളികൾക്ക്, അർഹതപ്പെട്ട ഇന്ത്യക്കാരായ ആൾക്കാർക്ക് വേണ്ട സഹായം ഇന്ത്യൻ കൗൺസിലേറ്റ് നൽകുന്നത്. അതിനുവേണ്ടിയുള്ള വഴികൾ, അതെന്തൊക്കെ പ്രൊസീജിയറിൽ കൂടെയാണ് വേണ്ടത് എന്ന് നമുക്ക് വഴിയെ സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു രോഗിയെ ഇങ്ങേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള പ്രൊസീജിയർ നമ്മൾ എവിടെയാണ് ആരംഭിക്കേണ്ടത്? ഇപ്പോൾ സാമ്പത്തികമായ കാര്യം പരിഹരിച്ചിട്ടില്ല, ICWയുടെ ഫണ്ട് തന്നെ വേണ്ടി വരും, ICWFൻ്റെ. അതല്ല, ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതിനുള്ള പ്രൊസീജിയർ നമ്മൾ എങ്ങനെ തുടങ്ങുന്നു? ഒരു രോഗിയെ നമ്മൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് രോഗിയുടെ ബന്ധുക്കൾ നമുക്ക് അതിനൊരു അതോറിറ്റി ലെറ്റർ തരിക എന്നുള്ളതാണ്. ആർക്കാണ് ലെറ്റർ തരേണ്ടത്? ഈ ലെറ്റർ തീർച്ചയായും അവരൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കൗൺസുലേറ്റ് ജനറലിനോ ഇന്ത്യൻ അംബാസിഡർക്കോ അവരുടെ ഒഫീഷ്യൽ ഇമെയിലുകളിൽ, ആ ഒഫീഷ്യൽ ഇമെയിലുകൾ ഇതിന് ശേഷം പറഞ്ഞാൽ എഴുതി താങ്കൾക്ക് കാണിക്കാവുന്നതാണ്. വെൽഫെയർ കൗൺസിലുണ്ട്, അതുപോലെ ഇന്ത്യൻ കൗൺസിൽ 1 എന്ന് പറഞ്ഞ മറ്റൊരിതുണ്ട്, കൗൺസിൽ ഓഫീസ് എന്ന് പറഞ്ഞ മറ്റൊരു ഇമെയിലുണ്ട്. ഇതിലേക്ക് ബന്ധുക്കൾ ഒരു റിക്വസ്റ്റ് ലെറ്റർ അയക്കുകയും അതിൻ്റെ ഒരു CC സാമൂഹ്യ പ്രവർത്തകരായ ഇതുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് കൂടി അയച്ചു കൊടുക്കുകയും വേണം. ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ. ആ കത്തിൽ എഴുതാനുള്ളത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇന്ന ആശുപത്രിയിൽ ഇത്രാം തീയതി മുതൽ കിടക്കുകയാണ്, അദ്ദേഹത്തിനെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരുവാൻ ഉള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് കൗൺസിലേറ്റ് ഇടപെട്ട് വേണ്ട സഹായങ്ങൾ നൽകി ഞങ്ങളുടെ നാട്ടിൽ എത്തിച്ചു തരുവാനുള്ള സഹായവും സഹകരണവും തരണമെന്ന് കാണിച്ചു വേണം ഒരു കത്ത് എഴുതുവാനുള്ളത്. ഈ കത്ത് എഴുതുന്നതിനോടൊപ്പം തന്നെ അടുത്ത പ്രൊസീജിയർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത്, ആദ്യമായി ഈ കത്ത് അയച്ച കുടുംബത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെടും, നാട്ടിൽ ഈ രോഗിയെ കൊണ്ടുവന്നാൽ അത് അദ്ദേഹത്തിന് ചികിത്സ നൽകിക്കൊള്ളാം എന്ന് നാട്ടിലെ ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു അണ്ടർടേക്കിംഗ് കൂടെ മേടിച്ചയച്ചു തരേണ്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചെന്ന് ഈ രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ട്, അവിടെ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് അയക്കുകയും ആ മെഡിക്കൽ റിപ്പോർട്ട് ആശുപത്രി അധികൃതരെ കാണിക്കുമ്പോൾ അവർ ഈ രോഗിയെ ഞങ്ങൾ ഓൺ അറൈവലിൽ അക്സെപ്റ്റ് ചെയ്തു കൊള്ളാമെന്നുള്ള ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ കൂടി മേടിച്ച് ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതാണ്. ഹോസ്പിറ്റലിൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലിൻ്റെ അക്സെപ്റ്റൻസ് ലെറ്റർ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തത് പോകുന്നത് എയർലൈൻസിലാണ്. ഏത് എയർലൈൻസിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. പല എയർലൈൻസുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പലതും അഫോർഡബിൾ ആയിരിക്കത്തില്ല, കാരണം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പല എയർലൈൻസുകളുമുണ്ട്. പക്ഷേ ഇന്ത്യക്കാരായ ആൾക്കാരെ നേരത്തെ തന്നെ നമ്മൾ എയർ ഇന്ത്യയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കൊണ്ടുവരാൻ കഴിയില്ല, എയർ ഇന്ത്യയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇൻഡിഗോയും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വളരെ നിർബന്ധിച്ചതിന് ശേഷം ഇൻഡിഗോ എയർലൈൻസ് സ്ട്രെച്ചറിൽ പേഷ്യൻറ്റിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അഫോർഡബിൾ ആണ്. മറ്റ് ചില എയർലൈൻസുകൾ, ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, അത് നമുക്ക് വളരെ എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് ആവുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, ഒരു രോഗിയെ സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുവരുമ്പോൾ ഏകദേശം 9ഓളം സീറ്റുകൾ ഇളക്കി മാറ്റി വെച്ച് അൺഫോൾഡ് ചെയ്തതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിൽ സസ്പെൻഡഡ് സീലിംഗ് കൂടി ഒരു സ്ട്രെച്ചർ ഘടിപ്പിക്കുവാൻ. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് എനിക്ക് പറഞ്ഞു തീർക്കുവാനുള്ളത്, ഇതിനു വേണ്ടി രോഗിയെ നമ്മൾ നാട്ടിലേക്ക് അയക്കണമെങ്കിൽ വേണ്ട ഡോക്യുമെൻറ്റേഷൻസ് എന്തൊക്കെയാണ്? ആ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫ്ലൈറ്റുകൾക്കെല്ലാം ഓരോ എയർലൈൻസിനും അവരവരുടേതായ എയർലൈൻ ഫോംസ് ഉണ്ട്.
വീൽ ചെയർ പേഷ്യൻ്റ് ആണെങ്കിൽ വീൽ ചെയർ പേഷ്യൻറ്റിനുള്ള ഫോമുണ്ട്. ഓ അത് ശരി. സ്ട്രെച്ചർ പേഷ്യൻ്റാണെങ്കിൽ സ്ട്രെച്ചർ പേഷ്യൻ്റെ ഫോമുണ്ട്. ഈ ഫോം ഫില്ല് ചെയ്യണം. ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെ അത് പ്രോപ്പറായി ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അതിൽ ചോദിച്ചിരിക്കും. പേഷ്യൻറ്റിന് ഓക്സിജൻ ആവശ്യമാണോ, അത് ഒരു മിനിറ്റിൽ എത്ര ലിറ്റർ കൊടുക്കണം, അതെല്ലാം എഴുതണം. അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിന് ട്രക്കിയസ്റ്റമി, കാരണം കഴുത്തിൽ കൂടെ കൃത്രിമ ശ്വാസം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കഴുത്തിലൂടെ ശ്വസിക്കാനായിട്ട് ട്രക്കിയസ്റ്റമി നടത്തിയിട്ടുണ്ടോ, അതുണ്ടെങ്കിൽ സക്ഷൻ പമ്പ് ആവശ്യമുണ്ടോ. ഇനി വെൻറ്റിലേറ്ററിലാണെങ്കിൽ ഒരു വെൻറ്റിലേറ്ററിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡോക്ടർ, ഒരു അനസ്തെറ്റിസ്റ്റ് കൂടെ യാത്ര ചെയ്യണം, ഒരു നേഴ്സ് കൂടെ യാത്ര ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് എഴുതാനുള്ളത്. ഈ ഫോമിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളെല്ലാം കൃത്യമായി അതിനകത്ത് എഴുതിയിരിക്കേണ്ടതാണ്. ഈ ഫോം നമ്മൾ എയർലൈൻസിൽ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റ് മെഡിക്കൽ റിപ്പോർട്ടോടുകൂടി സബ്മിറ്റ് ചെയ്യണം. എയർലൈൻസ് സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ എയർ ഇന്ത്യയിലാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യയുടെ ഓഫീസിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്യണം. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എയർ ഇന്ത്യ അധികൃതർ അവിടെ നിന്ന് ഇത് അവരുടെ മെഡിക്കൽ ടീമിന്, ബോംബെ ആണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ബോംബെയിലേക്ക് അയക്കും. അവിടുത്തെ എയർ ഇന്ത്യയുടെ ഡോക്ടേഴ്സ് ഇത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് ഈസ് ഫിറ്റ് ടു ഫ്ലൈ എന്ന് അവർ സർട്ടിഫൈ ചെയ്യണം. അവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതവരവിടെ നിന്ന് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് അയക്കണം. കാരണം നാരോ ബോഡിഡ് ഫ്ലൈറ്റാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാരോ ബോഡിയുടെ എയർലൈൻസിനകത്ത്, എയർക്രാഫ്റ്റിനകത്ത് ഇവർക്ക് സ്ട്രെച്ചർ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വൈഡ് ബോഡി ഫ്ലൈറ്റ് ആ റൂട്ടിലേക്ക് അന്നേ ദിവസത്തേക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് വളരെ സിമ്പിളാണ്, ഇത് സ്ട്രെച്ചർ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഒരു ടീം വർക്കാണ്. എയർ ഇന്ത്യ അല്ലെങ്കിൽ ഏതൊരു എയർലൈൻസ് ആയിരുന്നാലും വൈഡ് ബോഡിയും നാരോ ബോഡിയും ഉപയോഗിക്കുന്നവർക്ക് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് അന്നേ ദിവസത്തേക്ക് ആ റൂട്ടിലേക്ക് അവർ അസൈൻ ചെയ്താൽ മാത്രമേ ഈ പേഷ്യൻ്റ് അന്ന് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻസ് ആണ് നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്യുന്നത്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ വി ആർ റെഡി ടു അക്സെപ്റ്റ് ദ പേഷ്യൻറ്റ് എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാര്യം ഇതിൻ്റെ പേയ്മെൻ്റ് ആര് കൊടുക്കുമെന്നുള്ളത്. അതെ. ഇപ്പോൾ ബന്ധുക്കൾ പേയ്മെൻറ്റ് തരാൻ തയ്യാറല്ല, അവരുടെ കയ്യിൽ അതിനുള്ള പണം ഇല്ല. അതുകൊണ്ടാണ് അവർ കൗൺസിലേറ്റിലേക്ക് ലെറ്റർ അയക്കുന്നത്. ഇതേ പേപ്പേഴ്സ് എല്ലാം കൂടി നമ്മൾ ഇന്ത്യൻ കൗൺസിലേറ്റിലേക്ക് അയച്ചു കൊടുക്കുക. ഇന്ത്യൻ കൗൺസിലേറ്റിൻ്റെ വെൽഫെയർ വിങ്ങും ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ഈ ആൾ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നതെന്ന് നോക്കുകയും ചെയ്യും. അയാളുടെ സ്പോൺസറുമായി ബന്ധപ്പെടും അവർ. എന്തുകൊണ്ട് നിങ്ങൾ ഈ രോഗിയെ കയറ്റി അയക്കുന്നില്ല എന്ന് ചോദിക്കുകയും അത് തൃപ്തികരമാണ് അവരുടെ മറുപടി എന്ന് കണ്ടാൽ കൗൺസിലേറ്റ് മറ്റു കാര്യങ്ങളിലേക്ക് അത് പ്രോസസ്സ് ചെയ്യും. അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് അവർ വരും. ഇത് കൗൺസിലേറ്റ് തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് ശരി. ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് അവരുടെ തന്നെ കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾ ഇത് മുഴുവൻ സ്റ്റഡി ചെയ്ത്, കാരണം ഒരു രോഗി കൂടെ വരുമ്പോൾ സ്ട്രെച്ചർ ടിക്കറ്റ് വേണം. സ്ട്രെച്ചർ ടിക്കറ്റ് എന്ന് ഞാൻ പറയുന്നത് 9 സീറ്റ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അത് വേണ്ടത്. ഒരു നേഴ്സ് കൂടെ പോകണം, തിരിച്ചു വരണം. ഈ നേഴ്സിനുള്ള റിമ്യൂണറേഷൻ നമ്മൾ കൊടുക്കണം. അത് കൗൺസിലേറ്റ് ഇപ്പം മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോയി വരുന്ന നേഴ്സിനുള്ള പണം അവർ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഒരു ഡോക്ടർ പോകേണ്ടി വരും. ഈ പോകുന്നവർക്ക് പോയി തിരിച്ചു വരാനായിട്ടുള്ള ടിക്കറ്റും കൊടുക്കണം. ചിലപ്പോൾ അടുത്ത ഫ്ലൈറ്റ്, തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് അന്നേ ദിവസം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അത് ഹോട്ടൽ സ്റ്റേ വേണ്ടി വരും. ഇതെല്ലാം കൂടെ ഇപ്പോൾ കൗൺസിലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പേഷ്യൻറ്റിനെ റിപ്പാട്രിയേറ്റ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ ഈ ഏജൻസി അങ്ങ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 3 ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് അവരുടെ നിന്നൊരു കൊട്ടേഷൻ എടുക്കും. അത് ലീസ്റ്റ് കൊട്ടേഷൻ ആരുടേതാണെന്ന് നോക്കി അവർക്ക് അവാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രോഗിയെ കൊണ്ടുപോയി നാട്ടിൽ ബന്ധുക്കളടുത്ത് എത്തിക്കുന്നത് വരെയുള്ള ചുമതല ഈ പറയുന്ന പേഷ്യൻ്റ് റിപ്പാട്രിയേഷൻ കമ്പനിയുടെ ജോലിയാണ്. അങ്ങനെ കമ്പനീസ് ഉണ്ട്. അങ്ങനെ ധാരാളം കമ്പനികൾ ഇപ്പോൾ
UAE പ്രവർത്തിക്കുന്നുണ്ട്. പല കമ്പനികളുമായിട്ട് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുമുണ്ട്. പണ്ട് ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഡോക്ടറെ കണ്ടുപിടിക്കണം, നമ്മൾ നഴ്സിനെ കണ്ടുപിടിക്കണം, നമ്മൾ എക്യുപ്മെൻറ്റ്സ് കണ്ടുപിടിക്കണം. പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് സക്ഷൻ പമ്പും, ഈ സക്ഷൻ പമ്പ് പോലും പലതും ചിലപ്പോൾ ഫ്ലൈറ്റ് കയറ്റത്തില്ല. അതെ, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ലിറ്ററേച്ചർ സഹിതം ഇവർക്ക് അയച്ചു കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള കമ്പനികൾ ഇതിനൊക്കെ പ്രീ അപ്രൂവൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ലംസം എമൗണ്ട് കമ്പനിക്ക് പേ ചെയ്താൽ അത് കൗൺസിലേറ്റ് ആയിരിക്കും പേ ചെയ്യുന്നത്. ഈ രോഗിയെ ഇവിടെ നിന്ന് നാട്ടിലെത്തിക്കേണ്ട ചുമതല അവർക്കാണ്. ഒരു രോഗിയെ നാട്ടിലെത്തിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ മാത്രം പോരാ. ആ രോഗിയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ ഈ രോഗിയെ കൊണ്ടുപോകുന്നതിന് ഒരുപാട് ചടങ്ങുകളാണുള്ളത്. ആദ്യത്തെ ചോദ്യം, ആശുപത്രിയിലെ ബില്ല് ആരടയ്ക്കും? 7 മാസം 8 മാസമൊക്കെ ഒരു രോഗി ആശുപത്രി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം ദിർഹമൊക്കെയാണ് ബില്ല് വരുന്നത്. അവിടെയാണ് സാമൂഹ്യ പ്രവർത്തകരായ നമ്മൾ ഇടപെടുന്നതും. ഞങ്ങളവിടെ ഹോസ്പിറ്റലുകളുടെ ഫൈനാൻസ് സെക്ഷനിൽ പോയി കണ്ട് സംസാരിക്കുകയും ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ ഈ ബില്ല് ഗവൺമെൻറ് എഴുതിത്തള്ളുമെന്ന് ഞാൻ പറയുന്നില്ല, ചാരിറ്റി ഓർഗനൈസേഷൻസിന് അയച്ചു കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് വളരെ നല്ല ഒരു നിലപാടാണ് നമ്മുടെ UAE ഗവൺമെൻറ് രോഗികളുടെ അടുത്ത് കാണിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും നമുക്കറിയാം, ആശുപത്രിയിൽ ചികിത്സാ ഫീസ് കൊടുക്കാതെ രോഗിയെപ്പോലും വിട്ടുകൊടുക്കാത്ത സ്ഥലങ്ങളാണ് ഇന്നിവിടെ ഉള്ളത്. ഡെഡ് ബോഡി പോലും വിട്ടുകൊടുക്കാത്ത ഇതാണ്. ആ സ്ഥലത്താണ് UAE എന്ന് പറയുന്ന നന്മ നിറഞ്ഞ ഈ ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങനെ വരുന്ന രോഗികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും വേണ്ട തരത്തിലുള്ള എല്ലാ സഹായങ്ങളും, ഇല്ലെന്നുണ്ടെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരായ ഞങ്ങൾക്ക് ആഴ്ചയിൽ 1-2 രോഗികളെ കയറ്റിവിടാൻ പറ്റത്തില്ല. ഇത് ആർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും? 1.5 ലക്ഷം ദിർഹം 2 ലക്ഷം ദിർഹം ഒന്നും ആർക്കും അഫോർഡ് ചെയ്യാൻ കഴിയത്തില്ല, ഇല്ലേ? അപ്പോൾ ഗവൺമെൻറ് അത് ഓക്കെ, അവിടുത്തെ സോഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സോഷ്യൽ സർവീസ് നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. അവരത് ടേക്ക് കെയർ ചെയ്യും, പേഷ്യൻറ്റിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഉത്തരവ് തരികയും ചെയ്യും. എന്നിട്ട് ഈ പേഷ്യൻറ്റിനെ നമുക്ക് എയർപോർട്ടിൽ എത്തിക്കണമെങ്കിൽ ഓരോ എയർപോർട്ടിലും ക്ലിനിക്കുകളുണ്ട്, ഓരോ എയർപോർട്ട് ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ ഈ രോഗിയെ കൊണ്ടെത്തിച്ചാൽ, ഈ ആംബുലൻസിൽ അവിടെ കൊണ്ടെത്തിച്ചാൽ അവർ റിസീവ് ചെയ്യുന്നത് ആ ക്ലിനിക്കാണ്. പക്ഷേ ആ ക്ലിനിക്കിനൊരു ചാർജുണ്ട്. നമ്മൾ 48 മണിക്കൂറിന് മുമ്പ് ക്ലിനിക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 450 ദിർഹംസ് പേ ചെയ്താൽ മതി. അതല്ല 24 hours അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടോ അറിയിക്കുകയാണെങ്കിൽ 650 ദിർഹംസ് നമ്മളവിടെ എയർപോർട്ടിൻ്റെ അകത്തുള്ള ക്ലിനിക്കിന്. കാരണം ഈ രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രോഗിയുടെ വൈറ്റൽ സൈനസും രോഗി സ്റ്റഡിയാണ് എന്നും അവരും കൂടെ സർട്ടിഫൈ ചെയ്യണം. കാരണം അതല്ല, ഫ്ലൈറ്റിൽ ഈ ഒരു പേഷ്യൻ്റെ വൈറ്റൽ സൈനസ് എല്ലാം ഡ്രോപ്പ് ആവുന്നു, കൊണ്ടുവന്ന് BP ഡൗൺ ആയി വരുന്ന സമയത്ത് ഈ പേഷ്യൻ്റിന് ഒരു കാരണവശാലും അവർക്ക് ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ എന്ന് നോക്കി ചിലപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറിന് മുമ്പെങ്കിലും നമ്മൾ ഈ രോഗിയെ അവിടുത്തെ ക്ലിനിക്കിനകത്തെത്തി. ഈ ക്ലിനിക്കിനകത്തെത്തിക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു കടമ്പ വീണ്ടും ഉണ്ട്. കാരണം ഈ രോഗിയെ കൊണ്ടുപോകുന്ന ആംബുലൻസിൻ്റെ റോഡ് പെർമിറ്റ്, അതിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ്, അയാളുടെ എമിറേറ്റ്സ് ID, ഈ രോഗിയുടെ പാസ്പോർട്ട് കോപ്പി, എമിറേറ്റ്സ് ID, ഇപ്പോൾ ഔട്ട് പാസ് എടുത്താണ് പോകുന്നതെങ്കിൽ ഔട്ട് പാസ്, രോഗിയുടെ കൂട്ടത്തിൽ ഒരു നേഴ്സ് പോകുന്നുണ്ടെങ്കിൽ അയാളുടെ എമിറേറ്റ്സ് ID, അയാളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അയാളുടെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ്, ഇത് ഇത്രയും 24 hours മുമ്പ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയിൽ എയർപോർട്ടിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കും സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ഓഫീസിൽ നിന്ന് തരുന്നതാണെന്നല്ല. അത് അവരുടെ സെക്യൂരിറ്റി വിങ് 4 or 5 സ്ഥലത്തുനിന്ന് അപ്രൂവൽ എടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ രോഗിയെ കൊണ്ടുപോകാനായിട്ട്, എയർപോർട്ടിനകത്ത് കൊണ്ടുപോകാനായിട്ടുള്ള പെർമിഷൻ തരുന്നത്. രോഗിയെ ഡയറക്റ്റ് കൊണ്ടുവന്ന് നേരെ ഇതിനകത്തേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. രോഗിയെ സാധാരണ കൊണ്ടുപോകുന്ന കണക്ക് നമ്മളെല്ലാം പാസഞ്ചറായിട്ട് പോകുന്നത് പോലെ എയർലൈൻസിൻ്റെ കൗണ്ടറിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോകുന്നില്ല, രോഗിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്ത് അവർ നമുക്ക് ബോർഡിംഗ് കാർഡ് അവിടെ നിന്ന് തരും. ഈ ബോർഡിംഗ് കാർഡ് മേടിച്ചുകൊണ്ട്
രോഗി, ആംബുലൻസ് ഡ്രൈവർ, രോഗിയുടെ കൂട്ടത്തിൽ ഒരു നേഴ്സ് പോകുകയാണെങ്കിൽ അദ്ദേഹത്തിന്, അല്ലാതെ രോഗിയുടെ കൂടെ ഉള്ള ഒരു നോൺ മെഡിക്കൽ എസ്കോർട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അവരെ കൂട്ടത്തിൽ വിടത്തില്ല. അവർ നോർമൽ വഴിയിൽ കൂടെ തന്നെ സാധാരണ നമ്മളെല്ലാം പോകുന്നത് പോലെ തന്നെ ഒരു പാസഞ്ചറായിട്ട് അകത്തോട്ട് പോകണം. ഫ്ലൈറ്റ് വെച്ച് മാത്രമേ ഈ രോഗി അവർക്ക് കണ്ടുമുട്ടാൻ പറ്റൂ. അപ്പോൾ ഒരു മെഡിക്കൽ എസ്കോർട്ടിന് മാത്രമേ ഈ രോഗിയുടെ കൂട്ടത്തിൽ അകത്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ഗേറ്റ് പാസ് കാണിച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു എയർപോർട്ടാണ്. എയർപോർട്ടിനകത്തേക്ക് ഒരു ആംബുലൻസ് അങ്ങനെ അങ്ങ് ഓടിച്ച് കയറി പോകാൻ പറ്റത്തില്ല. അവർ അവിടെ ഗേറ്റിൽ നിന്ന് പോലീസ് വന്ന്, പോലീസ് പെട്രോള് ഫ്രണ്ടിലും ബാക്കിലും പോലീസ് പെട്രോളോടുകൂടി മാത്രമേ, കാരണം നമ്മൾ റൺവേ കൂടെയാണ് കയറി പോകാനുള്ളത്. ധാരാളം വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അത് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ എല്ലാവർക്കും അത് ദോഷമായി ഭവിക്കും. അതുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് ഈ പോലീസിൻ്റെ എസ്കോർട്ടോട് കൂടി മാത്രമേ ഈ വാഹനം നേരെ ക്ലിനിക്കിനകത്തേക്ക് എത്തത്തുള്ളൂ. ആ ക്ലിനിക്കിലെത്തിയാൽ രോഗിയെ അവിടെ ഓഫ്ലോഡ് ചെയ്യുകയും ഈ ആംബുലൻസ് അവിടെ വെയിറ്റ് ചെയ്യുകയും വേണം. ഈ ആംബുലൻസ് തിരിച്ചുവിടില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഈ ആംബുലൻസിനെ പോകാൻ അനുവദിക്കൂ. കാരണം പലപ്പോഴും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് എന്തെങ്കിലും ടെക്നിക്കൽ റീസണാൽ ഇത് തിരിച്ചിറങ്ങിയാൽ ഈ രോഗി ആരും കൊണ്ടുപോകും. തിരിച്ച് ആശുപത്രിയിൽ ഇദ്ദേഹത്തിന് എത്തിക്കണ്ടേ? അപ്പോൾ അതിനു വേണ്ടി ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് അരമണിക്കൂർ കഴിയുന്നത് വരെ ഈ കൊണ്ടുവന്ന ആംബുലൻസിനെയും ആംബുലൻസ് ഡ്രൈവറെയും അവരോട് ഹോൾഡ് ചെയ്തിരിക്കും. അതിനുശേഷം ഫ്ലൈറ്റിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ എയർ കൺട്രോൾ ഓഫീസിൽ നിന്ന് ക്ലിയറൻസ് കൊടുക്കും അവരെ റിലീസ് ചെയ്യാൻ. അതിനുശേഷം മാത്രമേ അവർ റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെ അയക്കുന്ന ഒരു രോഗിയെ തിരിച്ച് നാട്ടിലെത്തണം എന്നതിന് മുമ്പായിട്ട് അതിൻ്റെ എല്ലാ ഡോക്യുമെൻസും, നാട്ടിൽ ആരാ വരുന്നത്, നാട്ടിൽ ഈ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുന്നത് ആര്, ഒരു ആംബുലൻസ് ആണോ വരുന്നത്, ആംബുലൻസിൻ്റെ നമ്പർ എത്ര, അതിൻ്റെ പെർമിറ്റ് നമ്പർ എത്ര, അതിൻ്റെ വാഹനം ഓടിക്കുന്ന ആളിൻ്റെ ഡീറ്റെയിൽസ്, ടെലിഫോൺ നമ്പർ, ഇതെല്ലാം ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് നമ്മൾ എയർലൈൻസിന് കൊടുത്തിരിക്കണം. എന്തിനാണ്? ഈ ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ നാട്ടിലുള്ള എയർലൈൻസ് ഓഫീസ് ഈ പറയുന്ന ആംബുലൻസ് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെടുകയും കൃത്യസമയത്ത് നിങ്ങളവിടെ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. കാരണം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ഒരു ആംബുലൻസിനെ അകത്ത് കയറ്റി കൊണ്ടുപോകുന്നതിന് പകരം എയർപോർട്ടിൻ്റെ ആംബുലൻസ് തന്നെയാണ് അവരെ അതിനകത്തുനിന്ന് എടുത്ത് എയർപോർട്ട് ആംബുലൻസ് കയറ്റി അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ആംബുലൻസിലേക്ക് തരും. അത് സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു രോഗിയെ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയൂ.